നമസ്കാരം. ഡിസംബർ 6-ന് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ പള്ളി നിർമ്മിക്കാൻ തറക്കല്ല് ഇടുമെന്ന് തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീർ. ഡിസംബർ 6-ന് തന്നെ തറക്കല്ല് ഇടുമെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ MLA പറഞ്ഞിരിക്കുന്നത്. ഇതിന് വലിയ പിന്തുണയാണ് ഇയാൾക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനു മുന്നേയും വളരെ വലിയ രീതിയിലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള ആളാണ് ഹുമയൂൺ കബീർ. തൃണമൂൽ കോൺഗ്രസിൻ്റെ മൗനാനുവാദവും ഇതിനുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് ഉണ്ട് താനും. കാരണം മമതാ സർക്കാർ അവിടെ അതിജീവിക്കുന്നത് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നിട്ടുള്ള 1 കോടിയിലേറെ ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ മമത ഈ രീതിയിൽ പെരുമാറിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് കാശ് നൽകിയിട്ടുണ്ടെന്നും അതിന് സ്ഥലം കൈവശാവകാശം കിട്ടേണ്ടതിൻ്റെ മാത്രമേ ഉള്ളൂ എന്നാണ് ഹുമയൂൺ കബീർ പറയുന്നത്. തന്നെ ഇത് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല എങ്കിൽ മുർഷിദാബാദിൽ ഏകദേശം 22 കിലോമീറ്ററോളം ഹൈവേ തടസ്സപ്പെടുത്തുമെന്നും വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ പശ്ചിമബംഗാൾ സംഘടിപ്പിക്കും എന്നൊക്കെയാണ് MLA കൂടിയായ ഹുമയൂൺ കബീർ പറഞ്ഞിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി ഇത്രമേൽ തരം താഴാമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള വലിയ ആരോപണങ്ങളാണ് പശ്ചിമബംഗാളിൽ നിന്ന് വരുന്നത്. മമത ഈ മാസം തന്നെ മുർഷിദാബാദിൽ വീണ്ടും എത്തുന്നുവെന്നും SIRുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിഷേധത്തിന് പിന്തുണയുമായി മമത എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് ആയിരക്കണക്കിന് പേരാണ് SIR നടപ്പിലാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടത്. ഇത് വളരെയധികം സംഖ്യ ഇതിനോടകം തന്നെ കൂടിയിട്ടുണ്ട്. ദൈനംദിനം ആയിരക്കണക്കിന് പേരാണ് പശ്ചിമബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നത്. 1000-ഓ 10,000-ഓ കൊടുത്തുകൊണ്ട് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് പലരും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതും. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് വാങ്ങിക്കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത്ര രേഖകൾ, തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പശ്ചിമബംഗാളിലെ സ്ഥിര താമസക്കാരായി. ഇത്തരത്തിലുള്ള 1 കോടിയിലേറെ ആൾക്കാരാണ് 2000-ന് ശേഷം പോലും പശ്ചിമ ബംഗാളിൽ ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ വോട്ടാണ്, ഇവരുടെ ഒരു വലിയ വോട്ട് നേടിയിട്ടാണ് തൃണമൂൽ സർക്കാർ അധികാരത്തിൽ ഏറുന്നത്. അങ്ങനെയുള്ള തൃണമൂൽ സർക്കാരിന് SIR നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള കരച്ചിൽ നാടകമൊക്കെ മമത പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായി. ഇതിന് അടിയന്തര പ്രമേയമൊക്കെ നിഷേധിച്ച് മമതയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി മാറി. വലിയ കരച്ചിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ മമത ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടത്തും. അയ്യോ, എൻ്റെ വോട്ട് ബാങ്കിനെ നശിപ്പിക്കരുതേ എന്നാണ് ഇപ്പോൾ മമത കരഞ്ഞ് നിലവിളിക്കുന്നത്. പക്ഷേ ഇതൊന്നും നടപ്പാകാൻ പോകുന്നില്ല, ഇതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല. കാരണം അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്ന്, ഈ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ഇന്ത്യക്കുണ്ടായി. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഭാരതത്തിൻ്റെ പൗരന്മാരെ ചെറുതൊന്നുമല്ല ഇവർ ദ്രോഹിച്ചത്. ഒരുപാട് കൂട്ടക്കൊലകൾ, ഒരുപാട് തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഇവർ നടത്തി. ഷാജഹാൻ ഷെയ്ഖ് എന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. അയാൾ സന്ദേശ് ഖലിയിലെ നിരവധി സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടത്തി. വലിയ രീതിയിൽ 24 പരഗണ, 24 പരഗണയിലൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലും മമതാ സർക്കാർ വലിയ കാലതാമസം എടുത്തു. ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് ഇവർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ ഹുമയൂൺ കബീർ ഇത്തരമൊരു വാദഗതിക്ക് പുറമെ, ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് നിർമ്മിക്കും എന്ന വാദഗതിക്ക് പുറമെ SIRനെ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഖഫ് അമെൻമെൻറ്റിനെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പാണ് പറയുന്നത്. ഇതിനെ പിന്തുണച്ചതിനൊക്കെ വളരെ ഭീകരമായ രാജ്യവിരുദ്ധമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് ഹുമയൂൺ കബീർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മമതാ സർക്കാരിനെ പോലും, മമതയെ പോലും ഒരു ഘട്ടത്തിൽ ഇയാൾ എതിർക്കുന്നുണ്ട്. അതിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഭീകരവാദത്തിൻ്റെ ശബ്ദത്തിലാണ് ഹുമയൂൺ കബീറൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് അറിയാം വഖഫ് ബില്ല് ഏത് രീതിയിലായിരുന്നു, വഖഫ് അമെൻമെൻറ്റ് ബില്ല് ഏത് രീതിയിലായിരുന്നു. സെക്ഷൻ 40 പ്രകാരം ഒരു വഖഫ്
വസ്തു വഖഫ് വസ്തുവാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ തന്നെയും ആ വസ്തു ഏറ്റെടുക്കാൻ വഖഫ് ബോർഡിന് കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വാദിക്കേണ്ടത്. അതിന് വിധി പറയുന്നതും വഖഫ് ബോർഡ് തന്നെയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും എതിർകക്ഷികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ നിരവധി വസ്തുവകകളാണ് വഖഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് കൈയടക്കി വെച്ചിട്ടുള്ളത്. കേരളത്തിലെ മുനമ്പത്തെ കാര്യമെടുത്താലും അതുപോലെ തന്നെ വയനാട്ടിലെ കാര്യമെടുത്താലും ഇങ്ങനെ ഭാരതമൊട്ടുക്കെ നിരവധി വസ്തുവകകളാണ് വഖഫ് ബോർഡ് പിടിച്ചടക്കി കീഴടക്കി വച്ചിട്ടുള്ളത്, കൈവശം വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെയും ഒരു അറുതി വരുത്തുന്നതിന്, ഇതിനൊക്കെയും ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നത്. 2013 കോൺഗ്രസ് സർക്കാർ തന്നെ കൊടുത്ത ഔദാര്യത്തിൽ നിന്നാണ് വഖഫ് ബോർഡ് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി മുൻപോട്ട് പോയത്. അതിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി നേരിട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ കൂടി നടത്തുന്നത് എന്ന് വേണം കരുതാൻ. പശ്ചിമ ബംഗാളിൽ എന്നല്ല, ബംഗ്ലാദേശിൽ കഴിയുന്ന സമയത്ത് പോലും അവിടുത്തെ ഹിന്ദുക്കളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ബംഗ്ലാദേശ് വിമോചന സമയം 1971 അവിടെ 9 ലക്ഷത്തോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് വിമോചനത്തിന് സമരം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിലും അവിടുത്തെ 1 ലക്ഷത്തിലധികം ഹിന്ദുക്കളെയാണ് നേരിട്ട് തത്സമയം കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായത്. 1 ലക്ഷത്തിലേറെ ഇസ്ലാമികൾക്ക് നേരെയല്ല അന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായതിൽ 90% ഹിന്ദുക്കളായിരുന്നു. എന്നാൽ വിമോചനം നേടിയെടുത്ത ഹിന്ദുക്കളുടെ അവസ്ഥ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടായോ? ഇല്ല. 90കളിലും 2001 വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, പീഡനങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ കൈയടക്കൽ, ഏകദേശം 2000-ലധികം ക്ഷേത്രങ്ങൾ 2001 തന്നെ കൈയടക്കി. പിന്നീട് 2008 ഒക്കെ വലിയ രീതിയിൽ ഹിന്ദു സ്വത്തുവകകൾ അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഹിന്ദു സ്വത്തുവകകൾ കണ്ടുകെട്ടുകയുണ്ടായി. 2018 ശേഷം അവിടെ ദുർഗാപൂജ ഖുറാനെതിരാണെന്നൊക്കെയുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് ഹിന്ദുവിൻ്റെ സ്വത്തുവകകൾ കൊള്ളയടിക്കാൻ അന്നത്തെ ബംഗ്ലാദേശി സർക്കാരും അവിടുത്തെ ഇസ്ലാമിക സമൂഹവും തയ്യാറായി എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ക്രൂരതകളാണ് ഹിന്ദു സമൂഹം ബംഗ്ലാദേശിൽ നേരിട്ടത്. അതിനുശേഷം ഭാരതത്തിലേക്ക് പലായനം ചെയ്തു വന്ന് ഭാരതത്തിലുള്ള ആൾക്കാരിലേക്കും, അതായത് അതിർത്തി താണ്ടി വന്ന് ബംഗ്ലാദേശി ഇസ്ലാമികർ ഇവിടെ താവളമുറപ്പിക്കുകയും വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെയും നടത്തി. അതിൽ വലിയ രീതിയിലുള്ളൊരു പിന്തുണ തൃണമൂൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. കാരണം തൃണമൂൽ സർക്കാരിന് ഏത് രീതിയിലും അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. കാരണം ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ തടയാൻ മമതാ സർക്കാർ തയ്യാറായി. ശ്രീരാമജയത്തിന് നേരെ വലിയ ശക്തമായ വാദഗതികൾ ഉന്നയിക്കുവാനായിട്ട് മമതാ സർക്കാർ തയ്യാറായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം തന്നെ വോട്ടെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ കാര്യം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തൃണമൂൽ സർക്കാർ മുന്നോട്ട് പോയെന്നുള്ളത് കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ രീതിയിലുള്ള കരച്ചിൽ പ്രകടനങ്ങളും നാട്യങ്ങളും ഒക്കെ മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് ഉറപ്പാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം തർക്കമന്ദിരത്തിൻ്റെ മാതൃകയിൽ ഒരു പള്ളി നിർമ്മിക്കുമെന്നും അതിന് ബാബറി മസ്ജിദ് പള്ളിയായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുവാനും ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കും കോപ്പുകൂട്ടുകയാണ് തൃണമൂൽ MLAയും അതിന് പിന്തുണ കൊടുക്കുന്ന തൃണമൂൽ സർക്കാരും. ഇത് ഒരു രീതിയിലും വച്ചു പൊറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.